കേരളം അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരളം കലാമണ്ഡലത്തിലെ മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടു. അധ്യാപകർ മുതൽ സെക്യൂരിറ്റി ജീവനക്കാർ വരെയുള്ള 120ഓളം ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. ഒരുപക്ഷെ കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു സംഭവം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം KSEB അവിടെയും താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള ആളുകൾക്ക് സാലറി കിട്ടാത്ത അവസ്ഥയുണ്ടെന്ന് പറയുന്നു. KSEB മറ്റൊരു KSRTC ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് KSEB MD ആയിട്ടുള്ള ബിജു പ്രഭാകരന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം വന്നത്. സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ ചെലവ് പ്ലാൻ ഫണ്ടിന്റെ പകുതിയായി ചുരുക്കാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല യോഗത്തിൽ ദിവസവേതനക്കാരുടെ എണ്ണം കുറയ്ക്കാനും പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലായ വനം വകുപ്പിൽ ഈ നിയന്ത്രണങ്ങൾ കൂടി വരുന്നതോടെ സ്ഥിതി രൂക്ഷമാകും. ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് 108 ആംബുലൻസ് ജീവനക്കാർ സമരം തുടങ്ങിയിട്ടുണ്ട്. അതായത് അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് സർക്കാരിനെ വിശ്വസിച്ച് ജോലിക്ക് കൂലിക്ക് കയറിയ ആളുകൾക്കാർക്കും തന്നെ കൃത്യമായ രീതിയിൽ സാലറി കിട്ടുന്നില്ല. മാസങ്ങളോളം കടം മേടിച്ചും മറിച്ചും തിരിച്ചും അവർ കഷ്ടപ്പെടുകയും വീർപ്പ് മുട്ടുകയും ചെയ്യുകയാണ്. ഇതാണോ കേരള മോഡൽ? ഇതാണോ രണ്ടാം പിണറായി സർക്കാർ വരികയും എല്ലാം ശരിയാവുകയെന്നും പറഞ്ഞ LDFന്റെ മോഡൽ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരികയും അവരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് പറയുകയും വേണം. ഇല്ലാത്ത പക്ഷം കരയുന്ന കുഞ്ഞിന് മാത്രമേ CPM ഭരണകാലയളവിൽ പാല് കിട്ടുകയുള്ളൂ. ആരൊക്കെ പ്രതിഷേധിക്കാൻ തയ്യാറാണെങ്കിലും ഇറങ്ങി വരേണ്ടതുണ്ട്. എന്തായാലും വളരെ കഷ്ടമാണ് കരാറടിസ്ഥാനത്തിലുള്ള ജീവനക്കാരുടെ അവസ്ഥ. എന്തായാലും കൂടുതൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരികയും തങ്ങളുടെ അവസ്ഥകൾ പറയുകയും ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും കൃത്യമായ രീതിയിൽ സർക്കാർ ഇടപെടുകയും വേണം.